ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസമായില്ലേ. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് വൈകിട്ട് BJP-ക്കാരെല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു, സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരും ആഘോഷമായിരുന്നു. പക്ഷെ അന്നേ ദിവസം വൈകിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും വീട്ടിൽ കയറിയിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചത് ഇവന്മാര് സത്യത്തിൽ കുറച്ച് അഹങ്കാരം പൊടിക്ക് ഒതുങ്ങിയിട്ട് വീട്ടിൽ കയറി ഒതുങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ സത്യമല്ല. ഇത്രയും ഭീമമായ രീതിയിൽ, ഭീകരമായ രീതിയിൽ നാണം കെട്ട് നാറി തോക്കുന്നു ഇവന്മാർക്ക് യാതൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ക്യാപ്സ്യൂളുകൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇവന്മാര് പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സ്യൂൾ തീർന്നു പോയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മുതൽ ക്യാപ്സ്യൂളുകൾ ഇറങ്ങി തുടങ്ങി. അന്ന് രാത്രി ഇവന്മാരെല്ലാം വീട്ടിൽ കയറി ഞങ്ങളുടെ കുറച്ചുപേരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പണ്ടത്തെ പോലെ ഇവന്മാരെ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വലിയ പാടുണ്ടായിരുന്നില്ല. പക്ഷെ ഓപ്പോസിറ്റ് പാർട്ടികൾ ജയിച്ചു എന്നുള്ളത് അവന്മാർ ഇപ്പോഴും സമ്മതിച്ചു തരുന്നില്ല. അവന്മാർക്ക് ഇപ്പോഴും അത് പ്രോസസ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ ഫിഡൽ കാസ്ട്രോ ജഗുവേരോട് പറഞ്ഞു, അതുപോലെ തിരിച്ചു വന്നിടാത്ത ദൂരങ്ങളില്ല സഖാക്കളെ, നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചോളൂ, പക്ഷെ അവസാനം തോക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനത്തെ ടിപ്പിക്കൽ ക്യാപ്സ്യൂളുകളൊക്കെ ഇവർ മാറ്റി ഇപ്പൊ വെറൈറ്റി സാധനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഭരണപക്ഷത്തിരിക്കുന്ന LDF-നേക്കാൾ നിങ്ങൾ ഭയക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന LDF-നെയാണ്. ഇതായിരുന്നു ആദ്യത്തെ ക്യാപ്സ്യൂൾ. അതിനുശേഷം സ്വരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ ക്യാപ്സ്യൂളാണ് അനർഹമായ തോൽവിയെന്ന്. 1000 ശരികളിലെ അരത്തെറ്റ് എന്നാണ് അദ്ദേഹം ഈ തോൽവിയുടെ കാരണമായി സൂചിപ്പിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് പുള്ളിക്ക് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കും. 1000 തെറ്റുകളിലെ അര ശരിയായിരിക്കും. പിന്നെ ഇവന്മാരുടെ മെയിൻ ക്യാപ്സ്യൂളാണ് 35-നേക്കാൾ വലുതാണോ 3 എന്നുള്ളത്. രാമുവും സേതുവും കൂടി ടൂർ പോയി. ടൂർ പോയപ്പോൾ രാമുവിന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. സേതുവിന്റെ കയ്യിൽ 99 രൂപ ഉണ്ടായിരുന്നു. പോകുന്ന വഴി രാമുവിന് ഒരു 3 രൂപ കിട്ടി. സേതുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു 64 രൂപ പോയി. ഇപ്പൊ സേതുവിന്റെ കയ്യിൽ 35 രൂപയേ ഉള്ളൂ. ആർക്കാണ് ലാഭം ഉണ്ടായത്, ആർക്കാണ് നഷ്ടം ഉണ്ടായത്? LKG പിള്ളേരോട് ചോദിച്ചാൽ പോലും ആ കുട്ടികൾ പറയും രാമുവിനാണ് നേട്ടം ഉണ്ടായത്, സേതുവിന് നഷ്ടമാണെന്ന് പറയും. നമ്മളും അങ്ങനെ പറയും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ തിയറി പ്രകാരം 35 ആണല്ലോ വലുത്, അപ്പൊ അവർക്കാണല്ലോ നേട്ടം ഉണ്ടായത്. പിണറായി 3.0 എന്ന് പറഞ്ഞിട്ട് 3G ആവുകയാണ് ചെയ്തതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുമല്ലാതിരുന്നിടത്ത് നിന്ന് ഞങ്ങൾ നേടിയ ആ 3 സീറ്റിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ വട്ടം നിങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ആ 99 സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമായ 64 സീറ്റിന്റെ വലിപ്പം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നിങ്ങൾക്ക് വേണം. നിങ്ങളെല്ലാം വാനോളം ഉയർത്തിപ്പിടിച്ച് ധർമ്മടം എന്ന് പറയുന്ന CPM-ന്റെ വൻ ചെങ്കോട്ടയിൽ നിർത്തി മത്സരിപ്പിച്ച പിണറായി വിജയൻ ആദ്യത്തെ 7 റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോഴും എഴഞ്ഞെഴഞ്ഞ് പിന്നിലാണ് നിന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ തോൽവിയെ പറ്റി പറയുമായിരിക്കും അല്ലെ? എടാ, ഒരു പാർട്ടിക്ക് ഇന്നേ വരെ ഭരണം കിട്ടാത്തൊരിടത്ത്, യാതൊരു വിജയ സാധ്യത ഇല്ലാത്തിടത്ത് നിന്ന് മത്സരിച്ച് വോട്ട് വർദ്ധിപ്പിക്കുന്നതും എല്ലാ വിജയ സാധ്യതയും ഉള്ളിടത്ത് മുന്നേ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരിടത്ത് നിന്ന് ഇത്രയും നാണം കെട്ട് തോൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, ഞാൻ ഇലക്ഷനിൽ നിന്ന് തോറ്റ സമയത്ത് എന്റെ എല്ലാ പോസ്റ്റുകളുടെയും അടിയിൽ വന്ന് കുറെ മാസങ്ങളോളം ഇങ്ങനെയാണ് CPM-ന്റെ പ്രവർത്തകർ കമന്റ് ചെയ്തിരുന്നത്. കേട്ടാത്തോന്നും ജയിച്ച ദിവന്മാരായിരുന്നെന്ന്. പക്ഷെ കഴിഞ്ഞ വട്ടത്തെക്കാൾ വോട്ട് ഞങ്ങൾക്ക് കൂടുകയും CPM 2000 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമല്ലാത്തൊരിടത്ത് ഞങ്ങളുടെ തോൽവിയെ നിങ്ങൾ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ഒരു മന്ത്രിസഭ മുഴുവൻ നാണം കെട്ട് നാറി അപമാനിതരായി മൂക്കുകുത്തി താഴെ വീണു എന്ന് ഞങ്ങൾക്ക് പറയാലോ. 1ഉം 2ഉം അല്ല, 13 മന്ത്രിമാരാണ് നാണം കെട്ട് തോറ്റത്. കേരളത്തിൽ ഉണ്ടായത് UDF തരംഗമല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തരംഗമാണ് എന്ന് സാധാരണക്കാരുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് BJP-യുടെ 3 സീറ്റ് ഞങ്ങൾ കൂട്ടിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് പറയാം, എടാ നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ പോലും ഇല്ലടാ.